ഇന്നലെ ചെന്നൈയിൽ ജന്മദിനം ആഘോഷിച്ചു. ഫ്ലവേഴ്സിൻ്റെ ചെയർമാനും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനും കൂടിയായ ഗോകുലം ഗോപാലേട്ടൻ അദ്ദേഹം കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഒപ്പമാണ് ജന്മദിനം ആഘോഷിച്ചത്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. മോഹൻലാൽ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ബിസിനസ് മേഖലയിൽ നിന്നുള്ള പ്രമുഖരും ഒക്കെ അദ്ദേഹത്തിന് ആശംസകൾ നേരാനെത്തി. കഠിന പ്രയത്നത്തിലൂടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ കണ്ടെത്തിയ ആളാണ് ഗോകുലം ഗോപാലേട്ടൻ. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ജോലിക്കായിട്ടാണ് അദ്ദേഹം ചെന്നൈ നഗരത്തിൽ, അന്നത്തെ മദ്രാസ് നഗരത്തിലെത്തുന്നത്. അപ്പോൾ അവിടെ പല ജോലികൾക്കായിട്ട് ശ്രമിച്ച അവസാനം ആ ജോലികളൊക്കെ കിട്ടാതായപ്പോൾ ഒരു മെഡിക്കൽ റെപ്പിൻ്റെ ജോലി ഏറ്റെടുത്തു. ആ മെഡിക്കൽ റെപ്പിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയതും കഠിനാധ്വാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ വഴി എന്നുകൂടി പറയാം. ഇപ്പോഴും ഇത്ര വലിയ ഉയരത്തിലെത്തിയിട്ടും സാധാരണ മനുഷ്യരോട് തോളിൽ കയറ്റി നടക്കുവാനും അവരുമായി സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല മനസ്സ് അദ്ദേഹം എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. വർണ്ണാഭമായ പിറന്നാൾ ആഘോഷമാണ് ചെന്നൈ കാമരാജ് അരങ്ങിൽ നടന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം കേക്ക് മുറിച്ചായിരുന്നു തുടക്കം. ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ സ്റ്റാഫ് നൈറ്റ് കൂടി സംഘടിപ്പിച്ച് ജീവനക്കാർക്കൊപ്പമാണ് വർഷങ്ങളായി ഗോകുലം ഗോപാലന്റെ പിറന്നാൾ ആഘോഷം. പിറന്നാളിന് മധുരം കൂട്ടാൻ മഹാനടൻ മോഹൻലാൽ ആശംസകളുമായി എത്തി. വളരെ സന്തോഷം കോലേട്ട, അങ്ങേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. ആരോഗ്യവും സമൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും. ഒരിക്കൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ. ചലച്ചിത്ര താരങ്ങളായ ജയറാം, ദിലീപ്, പാർവതി, ശരത് കുമാർ, എസ് സൂര്യ, ആര്യ, ബോബി സിൻഹ, അർജുൻ സർജ, മിർച്ചി ശിവ തുടങ്ങിയവരും ആഘോഷത്തിൽ പങ്കെടുത്തു. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമാ ലോകത്തിന് ഇന്ന് ഞങ്ങളുടെ അല്ലെങ്കിൽ സിനിമാ വ്യവസായത്തിൻ്റെ കാരണവരായി മാറിയിരിക്കുകയാണ് ഗോപാലേട്ടൻ. ഗോപാലേട്ടനായിട്ടുള്ളൊരു അടുപ്പം എന്ന് പറയുന്നത് 30 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ ഗോപാലേട്ടൻ്റെ ചിട്ടിയിലൂടെ എടുത്ത പൈസ കൊണ്ടാണ് ഞാൻ മദ്രാസിൽ ആദ്യത്തെ ഫ്ലാറ്റ് മേടിക്കുന്നത്. ഞങ്ങളുടെ മദ്രാശി ജീവിതത്തിന് തുടക്കം കുറിച്ച് തന്നത് கோபாலேட்டனாണ്. இங்கே நான் பார்க்குற ஒவ்வொருடைய ஃபேஸ்லேயும் அது வந்து ஒரு அந்த அன்பு பாசம் தெரியுது. ஸோ இஸ் நாட் ஓன்லி ஜஸ்ட் முதலாளி, நிறைய அன்பு மக்களுக்கு அந்த அவங்களுடைய ஸ்டாஃப்க்கு அந்த அளவுக்கு அவங்க பார்த்துக்கிறாங்க அப்படிங்கிறது தெரியுது. ஃபென்டாஸ்டிக் சார். வெரி ஹாப்பி, விஷ் ஹிம் எ வெரி ஹெல்தி லாங் லைஃப். ஏன்னா அவர் சந்தோஷமாக ஹெல்த்தியாக இருந்தால் தான் எல்லாருமே நிறைய குடும்பங்கள் வந்து அவ்வளோ ஹெல்த்தியாக ஹாப்பியாக இருக்க முடியும். ஸோ விஷிங் ஹிம் எ வெரி லாங் ഹെൽത്തി ലൈഫ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയും ചടങ്ങിലെത്തി. 24 ഫ്ലവേഴ്സിനു വേണ്ടി അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ആശംസകൾ നേർന്നു. യുവതലമുറ കഠിനാധ്വാനം ചെയ്യണമെന്ന് ഗോകുലം ഗോപാലൻ. ഏതൊരു മനുഷ്യനും ആത്മാർത്ഥമായി ജോലി ചെയ്താൽ, അല്ല ആത്മാർത്ഥമായി ഏത് കാര്യത്തിൽ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാലും അത് വിജയിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ. ഭാര്യ ജലജ ഗോപാലൻ, ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ബൈജു ഗോപാലൻ, വൈസ് ചെയർമാൻ VC പ്രവീൺ, വിവിധ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രമുഖ ബാൻഡുകളുടെ സംഗീത നൃത്ത പരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. 24 ചെന്നൈ. കഠിനാധ്വാനത്തിൻ്റെ വഴിയിലൂടെ ഇത്രയും വളർച്ച നേടിയ ഗോകുലം ഗോപാലേട്ടൻ എല്ലാവിധമായ ജന്മദിന ആശംസകളും നേരുന്നു. ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കട്ടെ. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സും 24 ഒക്കെ തന്നെ പ്രേക്ഷകരുടെ ആകാശത്ത് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ക്രെഡിറ്റ് ഗോകുലം ഗോപാലേട്ടനാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ നേരുന്നു.